അങ്ങനെ നമ്മൾ എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ സ്പെയിൻ ലോകകപ്പ് ജേതാക്കളായിരിക്കുന്നു. തീർത്തും അവരുടെ ആധിപത്യത്തോടു കൂടിയുള്ള വിജയമായിരുന്നു അത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചോ, സ്പെയിൻ താരങ്ങൾ ട്രോഫി മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡൽ മേടിക്കുന്ന സമയത്ത് അവരിൽ ഭൂരിഭാഗം ആൾക്കാരും സ്പെയിൻ്റെ പതാകയല്ല വഹിച്ചുകൊണ്ട് വന്നത്. പല നിറങ്ങളിലുള്ള പല വർണ്ണങ്ങളുള്ള പല പതാകകളാണ് അവിടെ ഉപയോഗിച്ചത്. ഇതിന് പിന്നിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആകെ 6 വ്യത്യസ്ത പതാകകളാണ് കാണാനായത്. അതിലൊരു പതാക 2 താരങ്ങൾ ധരിച്ചു, മറ്റൊന്ന് ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ അല്ല, മറിച്ച് ഒരു ചെറിയ തീരനഗരത്തിൻ്റെ ഔദ്യോഗിക പതാകയായിരുന്നു. അപ്പോൾ ഈ പതാക എന്തായിരുന്നു? അവ ഓരോരുത്തരുടെയും ജന്മനാടിനെ പ്രതിനിധീകരിക്കുമായിരുന്നു. സ്പെയിൻ 17 സ്വയംഭരണ പ്രദേശമായാണ് വിഭജിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ 22 സ്റ്റേറ്റായിട്ട് വിഭജിച്ച പോലെയാണ് സ്പെയിൻ 17 സ്വയംഭരണ പ്രദേശമായി വിഭജിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഗാവി. നമ്പർ 9 ഗാവി സെവില്ലയ്ക്ക് സമീപമുള്ള ലോസ് പലാസിയോസ് വില്ലഫ്രൻസ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ധരിച്ചത് അന്തലൂസിയയുടെ പതാകയായിരുന്നു. പച്ച, വെള്ള, പച്ച നിറത്തിലുള്ള ഈ പതാകയുടെ മധ്യത്തിൽ അന്തലൂസിയയുടെ ചിഹ്നവുമുണ്ട്. പെഡ്രോ, അദ്ദേഹം ബഡജോസ് പ്രവിശ്യയിലെ ഡോൺ ബിനോത്തോ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ധരിച്ചത് എസ്ട്രാമുദ്രയുടെ പതാകയാണ്. പച്ച, വെള്ള, കറുപ്പ് നിറങ്ങളിലുള്ള മറ്റൊരു തിരശ്ചീന ത്രിവർണ്ണ പതാകയാണിത്. ബുർജോ, സാന്റിയാഗോ ഡി കൊബ്സ്റ്റലയിൽ ജനിച്ച അദ്ദേഹം ഗലീസിയയുടെ പതാകയാണ് ധരിച്ചത്. വെള്ള നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ നീല നിറത്തിലുള്ള ഒരു ചരിഞ്ഞ വരയുള്ള പതാകയാണിത്. ഗലീഷ്യക്ക് സ്വന്തം ഭാഷയും ശക്തമായ സാംസ്കാരികവും തിരിച്ചറിവും ഉണ്ട്. അതിനാൽ ഇത് വെറും നീലയും വെള്ളയും നിറമുള്ള തുണിയല്ല, മറിച്ച് സ്വന്തം നാടിനോടുള്ള ബന്ധത്തിന്റെ അടയാളം കൂടിയാണ്. ഡാനിയൽ ഓൾമോ, അദ്ദേഹം തെരേസയിലാണ് ജനിച്ചത്. അദ്ദേഹം ധരിച്ചത് കാറ്റലോണിയയുടെ മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള പതാകയാണ്. സെനെറോ ആയിരുന്നു. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇത് കാറ്റലോണിയയുടെ ഔദ്യോഗിക പതാകയാണ്. കാറ്റലോണിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എസ്ലാൻഡ പതാകയല്ല. സിനിയറ ധരിച്ചയിലൂടെ ഒൽക്കോമോ കാറ്റലോണിയയുമായി തന്റെ ബന്ധം കാണിച്ചു. അതുകൊണ്ട് മാത്രം സ്പെയിനിന്റെ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കുന്നില്ല. കാനറി ഐലൻഡിന്റെ പതാക. അടുത്തായി പ്രത്യക്ഷപ്പെട്ടത് കാനറി ഐലൻഡിന്റെ പതാകയായിരുന്നു. അത് വീണ്ടും കാണപ്പെട്ടു. പിയാനോ ജനിച്ചത് ലാസ്മ പൽസാസ് ഗ്രാനക്രിയയിലാണ്. പെഡ്രി ജനിച്ചത് ടെൻറിഫിലാണ്. ഇവരും വെള്ളയും നീലയും മഞ്ഞ നിറമുള്ള കാനറി ഐലൻഡിന്റെ പതാകയാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അവർക്ക് വേണമെങ്കിൽ വ്യത്യസ്ത പതാകകൾ തിരഞ്ഞെടുക്കാമായിരുന്നു. ഗ്രാൻ കാനേറിയയ്ക്ക് മഞ്ഞയും നീലയും നിറങ്ങളിലുള്ള സ്വന്തം പതാകയുണ്ട്. ടെനറിഫയുടെ പതാകയിൽ ഇരുണ്ട നീല പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിലുള്ള ഒരു ക്രോസ് രൂപമുണ്ട്. അതിനാൽ എംറിൻ ഗ്രാമിൻ കനാറിയുടെ പതാകയും പെഡ്രി ടെൻറിഫയുടെ പതാകയും ധരിക്കാമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും മുഴുവനും കാനറി ഐലൻഡ് എന്ന പൊതുവായ തിരിച്ചറിവാണ് തിരഞ്ഞെടുത്തത്. അലക്സ് ബയോണ, അദ്ദേഹം അന്തലൂസിയയിൽ ജനിച്ച ഗാവിയെപ്പോലെ അന്തലൂസിയയുടെ പതാക ധരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിലും കൂടുതൽ പ്രത്യക്ഷമായൊരു പതാക തിരഞ്ഞെടുത്തു. അത് റൊട്ടക്സ് ഡി മാർ എന്ന പട്ടണത്തിലെ മുനിസിപ്പൽ പതാകയാണ്. അത് അൽമാരിയ പ്രവിശ്യയിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. മറ്റുള്ളവർ ദശലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന സ്വയംഭരണ പ്രദേശങ്ങളുടെ പതാകകൾ ധരിച്ചപ്പോൾ ബയോണ തൻ്റെ ചെറിയ പട്ടണം മാത്രം പ്രതിനിധീകരിച്ച് ഏകദേശം 1,10,000 ജനസംഖ്യയുള്ള ഒരു പട്ടണത്തെ ലോകകപ്പ് വിജയത്തിൽ സ്വന്തം പങ്ക് ആഘോഷിച്ചു. ഈ പതാകകൾ സ്പെയിനിൻ്റെ പതാകയെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതല്ലായിരുന്നില്ല. ലോകകപ്പ് സമയത്ത് അവർ സ്പെയിനിനെയാണ് പ്രതിനിധീകരിച്ച്. എന്നാൽ മെഡൽ ചടങ്ങ് അവർക്ക് സ്വന്തം ജന്മനാടിനെയും പ്രാദേശിക തിരിച്ചറിവിനെയും കാണിക്കാനുള്ള അവസരമായിരുന്നു. ദേശീയവും പ്രാദേശികവുമായ തിരിച്ചറിവുകൾ എല്ലായ്പ്പോഴും തമ്മിൽ മത്സരിക്കേണ്ടതില്ല. ചിലപ്പോൾ ഒന്ന് മറ്റൊന്നിൽ നിലനിൽക്കും. ഒരു രാജ്യം ലോകകപ്പ് നേടി, എന്നാൽ 7 കളിക്കാർ ആ വിജയത്തിന് പിന്നിൽ സ്പെയിനിലെ വ്യത്യസ്ത പ്രദേശങ്ങളും അവരുടെ നാടിനെ ലോകത്തിന് മുന്നിൽ കാണിച്ചു.